എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി ഹീറോ ആണെങ്കിൽ അങ്ങനെ വീണ് കിടക്കുകയാണ്. അടുത്ത നിമിഷം ഹീറോയുടെ സമ്പത്തു അതാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് വരും. സമ്പത്തു ആണെങ്കിൽ അവന്റെ പേര് അത് റിവീൽ ചെയ്യും. എന്റെ പേര് സീഗട്സു എന്നാണ്. ഹീറോ ആണെങ്കിൽ ഒരുപാട് അത്ഭുതത്തോടു കൂടെയും നിസ്സഹായനായും അവനെ നോക്കുകയാണ്. ഉടനെ ആ സമ്പത്തു ആണെങ്കിൽ ഹീറോയോട് ചോദിക്കും, ഇച്ചിഗോ, നിന്റെ ആഗ്രഹം എന്താ? ഇവിടെ കിടന്ന് മരിക്കണം എന്നാണോ? നിന്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്ത് റുക്കയെ രക്ഷിച്ച് ഇവിടുന്ന് പോകണം, റിവൈവ് ചെയ്യണം എന്നാണോ? അതിന് ഹീറോ അവനാണെങ്കിൽ രണ്ടാമോ ഒന്നും ആലോചിക്കാതെ സമ്പത്തുവിനോട് പറയും, എനിക്ക് എന്റെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യണം, റുക്കയെ രക്ഷിച്ച് ഇവിടുന്ന് തിരികെ പോകണം, എനിക്ക് സർവൈവ് ചെയ്തേ പറ്റൂ. ഹീറോ ആണെങ്കിൽ അവന്റെ സമ്പത്തു സ്ക്വാഡിനോട് സഹായം ചോദിക്കുകയാണ്. അതിന് സമ്പത്തു ആണെങ്കിൽ രണ്ട് കൈ നീട്ടി ഹീറോയെ സ്വീകരിക്കും. സമ്പത്തു ആണെങ്കിൽ അടുത്ത സെക്കൻഡ് തന്നെ ഹീറോയുടെ സമ്പത്തുവിന്റെ ആ ഒരു ഇന്നർ വേൾഡിലേക്ക് അവനെ കൊണ്ടുപോകും. ഹീറോ പതിയെ കണ്ണു തുറക്കും. അവന് മനസ്സിലാവും അവനിപ്പോൾ ഉള്ളത് അവന്റെ സ്ക്വാഡ് സമ്പത്തുവിന്റെ ഇന്നർ വേൾഡിലാണെന്ന്. വലിയൊരു ബിൽഡിങ്ങിൽ അങ്ങനെ നിൽക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ഹീറോ അവിടേക്ക് വന്നപ്പോൾ ആ ബിൽഡിങ്ങിൽ നിന്ന് വീഴുകയാണ് ഉണ്ടായത്. പക്ഷെ ഇത്തവണ അവൻ വീണു പോവാതിരിക്കാനായിട്ട് സർവ്വശക്തിയും എടുത്ത് ടൈറ്റായിട്ട് മുറുക്കി അങ്ങനെ ബിൽഡിങ്ങിൽ പിടിച്ചു നിൽക്കും. അത് കണ്ട അവന്റെ സമ്പത്തു അവൻ ഹീറോയോട് പറയും, നീ ഇനിയും പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, നീ ഇപ്പോ പഴയ ഇച്ചിഗോ അല്ല, നിനക്കിപ്പോ നല്ല പവറും സ്ട്രെങ്ത്തും ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ താഴെ പോവില്ല, നിനക്ക് കൂളായിട്ട് ഇവിടെ നിൽക്കാം. ഇച്ചിഗോ, ഇത് നിന്റെ സ്ക്വാഡ് വേൾഡ് ആണ്, സോ നിന്റെ കോൺഫിഡൻസ് അതനുസരിച്ചായിരിക്കും ഇവിടെ നിനക്ക് നിലനിൽക്കാൻ കഴിയാന്ന് പറയും. ഇച്ചിഗോ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കും. അടുത്ത നിമിഷം തന്നെ അവന്റെ സമ്പത്തു അതാണെങ്കിൽ അവനൊരു സ്ക്വാഡ് എറിഞ്ഞു കൊടുക്കുകയാണ്. ഹീറോ അത് ക്യാച്ച് ചെയ്ത് അവനോട് ദേഷ്യപ്പെടും, യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെയാണോ ഒരാൾക്ക് സ്ക്വാഡ് കൊടുക്കുന്നത്? ഇത് എന്റെ കയ്യിലോ ദേഹത്തൊങ്ങാനും തട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ പരിക്ക് പറ്റിയെന്ന് പറയും. അവനത് പറയുന്ന അതേ നിമിഷം ഒരു വൈറ്റ് ഇച്ചിഗോ അതങ്ങനെ ക്രിയേറ്റ് ആയി അവന്റെ മുൻപിലേക്ക് വരികയാണ്. ഹീറോ ആണെങ്കിൽ അത് കണ്ട് ഡബിൾ ഷോക്ക്. എന്നെ പോലെ മറ്റൊരു സ്പിരിറ്റോ? ഇതെങ്ങനെ സംഭവിച്ചു? ഇവൻ എങ്ങനെ വന്നു എന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഹീറോ ചോദിക്കുകയാണ്. അതിന് ഇച്ചിഗോയുടെ സമ്പത്തുവാണെങ്കിൽ ഇപ്പൊ ഇച്ചിഗോട് പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നീ തന്നെയാണ്, നീ ഈ വൈറ്റ് ഇച്ചിഗോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കണം. നിന്റെ സ്ക്വാഡ് അതുള്ളത് ഈ വൈറ്റ് ഇച്ചിഗോയുടെ കയ്യിലാണ്, നിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് പവർ ഇല്ലാത്ത വെറും ഒരു സാധാരണ കത്തി മാത്രം. അവനത് പറയേണ്ട അടുത്ത നിമിഷം ആ വൈറ്റ് ഇച്ചിഗോ ഇപ്പൊ ഹീറോയ്ക്ക് നേരെ ചാടി വരും. ഹീറോ ആണെങ്കിൽ ഹീറോയെ കൊണ്ട് പറ്റും പോലെ വൈറ്റ് ഇച്ചിഗോയുടെ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ദൂരേക്ക് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവും അവന് എന്റെ സെയിം പവറാണ്, മാത്രമല്ല അവന്റെ കയ്യിലാണ് ദ റിയൽ സമ്പത്തും ഉള്ളത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ എങ്ങനെ അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കും? എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് അവനെ തോൽപ്പിക്കാനാവില്ല. പക്ഷെ ഒരു കാര്യം, അവനെ യഥാർത്ഥ ഇച്ചിഗോ അല്ല, ദ റിയൽ ഇച്ചിഗോ അത് ഞാനാണ്. സോ എനിക്ക് അവനെ തോൽപ്പിക്കണം. ഞാൻ അവനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡുമായിട്ട് ഓടി അടുക്കും. പക്ഷെ അതേസമയം വൈറ്റ് ഇച്ചിഗോ അവൻ ആ റിയൽ സമ്പത്തു അതങ്ങനെ കറക്കി കറക്കി ഇച്ചിഗോയുടെ നേർക്ക് പാഞ്ഞടുക്കും. ഇച്ചിഗോ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ ആ വൈറ്റ് ഇച്ചിഗോയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അങ്ങനെ ഒരു ഫൈറ്റില് അവരുടെ പവർ അത് നന്നായിട്ട് പുറത്തേക്ക് പ്രവഹിക്കാൻ തുടങ്ങും. ഫൈറ്റ് ഒരു ഘട്ടം എത്തുമ്പോൾ ഹീറോയുടെ പവർ അത് കൂടി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ നോർമൽ സ്ക്വാഡ് അത് വൈറ്റ് ഇച്ചിഗോയുടെ അടുത്തേക്ക് പോയി അവന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തു അത് ഹീറോയുടെ കയ്യിലേക്ക് വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, എവിടെ നിന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് അതങ്ങനെ ഹീറോയ്ക്ക് ലഭിക്കുകയാണ്. വൈറ്റ് ഇച്ചിഗോ ആണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് ഷോക്കാവും. അതിനുശേഷം ആ സമ്പത്തുവിനോട് പറയും, ഇച്ചിഗോയ്ക്ക് നല്ല പവറുണ്ട്, നീ നല്ല രീതിയിൽ അവന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഒരുപാട് ഇമ്പ്രൂവ് ആവാൻ കഴിയും. അടുത്ത നിമിഷം സമ്പത്തു വൈറ്റ് ഇച്ചിഗോയെ അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ സോൾ സൊസൈറ്റി കാണിക്കും. അവിടെയാണെങ്കിൽ സെറാക്കി ഇച്ചിഗോയെ തകർത്ത സന്തോഷത്തിൽ അങ്ങനെ ഹായ് ആയിട്ട് നടന്നു വരികയാണ്. അടുത്ത നിമിഷം സെറാക്കി ആൾ ഷോക്കാവുകയാണ്. കാരണം ഹീറോയുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരുന്നതായിട്ട് ആൾ സെൻസ് ചെയ്യും. ദിസ് ഈസ് അൺബിലീവബിൾ, ഇങ്ങനെ നടക്കാൻ ഒരു ചാൻസും ഇല്ല എന്ന് പറഞ്ഞ് ആള് തിരിഞ്ഞു നോക്കും. അടുത്ത നിമിഷം നമ്മുടെ ഹീറോ അവനങ്ങനെ ഫുൾ പവറിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആദ്യം സെറാക്കിക്ക് അതൊരു വലിയ ഞെട്ടലായി തോന്നുമെങ്കിലും പിന്നീട് വീണ്ടും ഇപ്പൊ ഹീറോയോട് മത്സരിക്കാൻ ആള് തയ്യാറാവും. ഇത് ശരിക്കും ഒരു ഫൺ മൊമെന്റ് ആണ്. ഞാൻ നിന്നെ വീണ്ടും വീണ്ടും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണല്ലോ, നിനക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സത്യത്തിൽ ഞാൻ ഫൈറ്റ് ചെയ്തതും ചെയ്യാൻ പോകുന്നതും ഒക്കെ തന്നെ റൈറ്റ് പേഴ്സൺസിനോടും ആണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഹീറോയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കും.
സെറാക്കി ആണെങ്കിൽ ആളുടെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പോ ഇച്ചിഗോയെ അച്ചരം പൊച്ചറ ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ ഇച്ചിഗോ അവൻ സിമ്പിളായി സെറാക്കിയുടെ അറ്റാക്ക് എല്ലാം അവന്റെ സമ്പത്തു സ്ക്വാഡ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്ത് അങ്ങനെ ദൂരേക്ക് തെറിപ്പിക്കും. അതിനുശേഷം അവൻ അങ്ങനെ കറങ്ങി വന്ന് സെറാക്കിയുടെ രണ്ട് കൈയുടെ ഭാഗത്തും നല്ല ഡീപ്പായിട്ട് ആഞ്ഞു വെട്ടി പരിക്കേൽപ്പിച്ച് കൊടുക്കുകയാണ്. ചോര തുളുമ്പി സെറാക്കി അങ്ങനെ നിൽക്കും. സെറാക്കിക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ എന്താ നടക്കണേ? എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഇടാൻ സാധിക്കാത്ത ഈ ഒരു ഇച്ചിഗോ അവനിപ്പോ എന്നെ ഒരുപാട് പരിക്കുകൾ പറ്റിപ്പിച്ച് അവശനാക്കിയിരിക്കുകയാണ്. ഞാൻ കരുതിയതുപോലല്ല, ഇവന് നല്ല പവറുണ്ട്. ഫൈറ്റ് ചെയ്യുന്തോറും ഇവന്റെ പവറും കഴിവും ഫൈറ്റിംഗ് സ്കില്ലും അതെല്ലാം തന്നെ ഇംപ്രൂവ്ഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. സോ ഞാൻ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇവന്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുമ്പോൾ. ഒരു കാരണവശാലും ഞാൻ അവനെ വില കുറച്ച് കാണാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ഈസി ആയിട്ട് എന്നെ ഫൈറ്റിൽ തോൽപ്പിക്കും. അതെനിക്ക് തീർത്താൽ തീരാത്ത അപമാനം മാത്രമായിരിക്കും ഉണ്ടാക്കുക. പിന്നീട് ഈ സോൾ സൊസൈറ്റിയിൽ എന്നെ കൊണ്ട് തലയുയർത്തി നടക്കാൻ കഴിയില്ല. സെറാക്കി ആണെങ്കിൽ വാശിയിൽ വീണ്ടും വീണ്ടും നമ്മുടെ ഹീറോയെ അച്ചരം പൊച്ചറ അറ്റാക്ക് ചെയ്യാണ്. പക്ഷേ സെറാക്കിയുടെ ശ്രമങ്ങളെല്ലാം തന്നെ ദയനീയമായിട്ട് പരാജയപ്പെടും. അതിന് സെറാക്കി പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, നിനക്കറിയോ ഞാൻ എത്രമാത്രം ഹാപ്പി ആയിട്ടും എന്റർടൈൻഡ് ആയിട്ടും ഫണ്ണി ആയിട്ടാണ് ഇത്രയും കാലവും ഫൈറ്റ് ചെയ്തിരുന്നതെന്ന്. അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ എന്റെ ഫൈറ്റിംഗ് സ്കില്ലും പവറും എല്ലാം ഇംപ്രൂവ്ഡ് ആവാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് സാധിക്കുന്നില്ല. എന്റെ ഫൈറ്റിംഗ് സ്കില്ലിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഞാൻ തോൽക്കില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും സ്ക്വാഡ് ആഞ്ഞു വീശും. ആ സമയം എന്തോ ഒരു പവർ അത് സെറാക്കിയുടെ മേലെ അങ്ങനെ ആഞ്ഞു വീശുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത ബിൽഡിങ്ങിന് മുകളിലായിട്ട് സെറാക്കിയുടെ മുതുകിലുണ്ടായിരുന്ന ആ പിങ്ക് മുടി പെണ്ണ്, അവളുടെ തൊട്ടു പുറകിലായിട്ട് ഒരു സ്ക്വാഡ് 2 മെമ്പർ അവളെ ഒരു പ്രത്യേക മീറ്റിങ്ങിന് ക്ഷണിക്കാൻ അവിടേക്ക് എത്തുകയാണ്. അതിൽ ടെൻഷനായ അവളാണെങ്കിൽ കലിപ്പില് അവനോട് പറയും, നീ അത് കണ്ടില്ലേ, എന്റെ മാസ്റ്റർ ആളുകളുടെ ഫുൾ സ്ട്രെങ്ത്തിൽ അവിടെ ഫൈറ്റ് ചെയ്യാണ്, എന്നെ കൊണ്ട് എവിടേക്കും വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അങ്ങനെ ടെററായിട്ട് അവനെ നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെ കാണിക്കും. അവനാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുകയാണ്. കാരണം ആ സെറാക്കിയുടെ സ്പിരിച്വൽ എനർജി അത് അൺകൺട്രോൾഡ് ആയിട്ട് പുറത്തേക്ക് വരികയാണ്. സെറോക്കി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവൻ അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പ്രത്യേകതരം ക്രീച്ചറിനെ പുറത്തേക്ക് എടുക്കും. ഈ ക്രീച്ചറിന് ഭയങ്കര പവറാണ്. ഇതെന്റെ ഉള്ളിലെ സ്പിരിച്വൽ എനർജിയെ അൺകൺട്രോൾഡ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞ് അവൻ ആ ഒരു ക്രീച്ചറിനെ നോക്കി ചിരിക്കും. ഹീറോയുടെ ഹാർട്ട് ബീറ്റ് ഇതങ്ങനെ കൂടി വരികയാണ്. അവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അല്പം ഒന്ന് പുറകിലേക്ക് നിൽക്കും. സെറാക്കി ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ചുമര് തന്നെ വെട്ടി രണ്ടാക്കും. ഹീറോയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ല, അവനോട് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഹീറോയെ ഹെൽപ്പ് ചെയ്യാൻ അവന്റെ സമ്പത്തുമായ സീഗഡ്സു അവന്റെ അടുത്തേക്ക് വരും. സീഗഡ്സു ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, നിന്നോടൊപ്പം ഞാനുണ്ട്. സെറാക്കി അവന്റെ സമ്പത്തുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അവന്റെ പവർ ഉപയോഗിച്ചാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫോഴ്സ്ഫുള്ളി ആണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഹീറോയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ കോൺഫിഡൻസ് വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ജയിക്കാൻ കഴിയുമല്ലേ? നമ്മൾ തമ്മിൽ സ്പെഷ്യൽ ബോണ്ടില്ലേ? അതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മുടെ സ്പിരിച്വൽ എനർജി അത് കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ചെയ്ത് അവനുമായിട്ട് പോരാടണമെന്ന് പറഞ്ഞ് സെറാക്കിയും ഹീറോയും അവർ രണ്ടുപേരുടെ ഫുൾ സ്പിരിച്വൽ എനർജി അതങ്ങനെ റിലീസ് ചെയ്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം ഫൈറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഹീറോ അവനാണെങ്കിൽ അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് സെറാക്കി ആഞ്ഞു വെട്ടും. ആ ഒരു വെട്ടില് ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി സെറാക്കി അടിച്ചു വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.